ഇല്ല, മോൻ കുറച്ചുകൂടെ ഉറങ്ങിക്കോ. ഇല്ല, മോനുറങ്ങിക്കോ. മോനെ ഇന്ന് സ്കൂളുണ്ട്, പെട്ടെന്ന് റെഡിയായി വാ. അവധി ദിവസങ്ങളെക്കാൾ ആഹ്ലാദകരമാണ് അധ്യയന ദിനങ്ങളും. കോഹിന്നൂർ പബ്ലിക് സ്കൂൾ, കൊടിയമ്മ, കുമ്പള. ഫോൺ 049982151116. വയനാട്ടുകാർ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെയൊരു ജനക്കൂട്ടത്തെ. ജനസാഗരം രാഹുൽ എന്ന ഒറ്റ വിളിയിൽ മാത്രം ഒതുങ്ങിയപ്പോൾ വയനാട് അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു നിന്നുപോയി. പ്രിയ നേതാക്കളെ ഒരു നോക്കു കാണാൻ ജനസാഗരം ചുരം കയറി വന്നതോടെ അർദ്ധരാത്രി മുതൽ കൽപ്പറ്റ നഗരവും പ്രദേശവും UDF പ്രവർത്തകരുടെ നിയന്ത്രണത്തിലായിപ്പോയി. SPGക്കും പോലീസിനും രാഹുൽ വിളിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നുവെന്ന് പറയേണ്ടി വരും. നീണ്ട കാത്തിരിപ്പിന്റെ മണിക്കൂറുകൾ പിന്നിട്ട് രാവിലെ 11 മണിയോടെ കൽപ്പറ്റ SKJM ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ രാഹുലും പ്രിയങ്കയും ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയതോടെ ആവേശം അതിന്റെ 100 ഇരട്ടിയിലുമായി. പിന്നെ പത്രികാ സമർപ്പണത്തിനായി പ്രത്യേക സുരക്ഷാ വാഹനത്തിൽ ജില്ലാ കളക്ടറിലേക്ക്. ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടർ SR അജയ്കുമാറിന്റെ മുമ്പാകെ 4 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. വയനാട്, മലപ്പുറം DCC പ്രസിഡന്റുമാരും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും രാഹുലിനൊപ്പമുണ്ടായിരുന്നു. കാത്തുനിന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളിയോടെ കൂടെ പോയെങ്കിലും കളക്ടറേറ്റ് കവാടത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു. സൂചി കുത്താൻ പോലും ഇടമില്ലാതായി പോയ കൽപ്പറ്റയിലെ നഗരത്തിലൂടെ ജനസാഗരത്തെ ഭേദിച്ച് എങ്ങനെ റോഡ് ഷോ നടത്തുമെന്നതായിരുന്നു അധികൃതർക്ക് മുന്നിലെ അടുത്ത വെല്ലുവിളി. പക്ഷേ പഴയ ബസ് സ്റ്റാൻഡ് പരിസരം മുതൽ കളക്ടറേറ്റ് വരെ തമ്പടിച്ചു നിന്ന ജനങ്ങളെ നിരാശരാക്കാൻ രാഹുലും പ്രിയങ്കയും തയ്യാറായില്ല. ഉച്ചയ്ക്ക് 12:30 പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് പിന്നെ റോഡ് ഷോ ആരംഭിച്ചത്. തുറന്ന വാഹനത്തിൽ കനത്ത സുരക്ഷയിൽ രാഹുലും പ്രിയങ്കയും പ്രവർത്തകരെ അഭിസംബോധനം ചെയ്ത് മുന്നോട്ട് നീങ്ങിയപ്പോൾ ജനങ്ങളുടെ ആവേശത്തെ നിയന്ത്രിച്ചു നിർത്താൻ ചെറുതായൊന്നുമല്ല സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പണിപ്പെടേണ്ടി വന്നത്. AICC നേതാക്കളായ KC വേണുഗോപാൽ, ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരും രാഹുലിനും പ്രിയങ്കൊപ്പം അകമ്പടിയായിരുന്നു. തങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് അതിന്റെ എല്ലാ അർത്ഥത്തിലും ആവേശത്തിലും പ്രവർത്തകർ വരവേൽപ്പ് നൽകിയപ്പോൾ നിങ്ങളോടൊപ്പം എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു രാഹുലിന്റെയും പ്രിയങ്കയുടെയും ഓരോ ചലനങ്ങളും. നിറഞ്ഞു നിന്ന ബാനറുകളുടെയും മുദ്രാവാക്യം വിളിയുടെയും ആവേശവും ഉൾക്കൊണ്ട് രാഹുൽ ഉച്ചയോടെ മടങ്ങിയെങ്കിലും ഇനി അറിയേണ്ടത് രാഹുലിനെ കാണാനെത്തിയ ജനക്കൂട്ടം വോട്ടുമോ എന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷത്തിലായിരിക്കും രാഹുലിന്റെ വിജയവും. പ്രചാരണത്തിൽ ഏറെ മുന്നിലായ NDA ക്യാമ്പും LDF ക്യാമ്പും രാഹുലിന്റെ വരവിനെ ആശങ്കയോടെ തന്നെയാണ് നോക്കുന്നതെങ്കിലും വരും ദിവസങ്ങളിൽ ഇരു ക്യാമ്പിൽ നിന്നുമുള്ള പ്രമുഖ ദേശീയ നേതാക്കൾ രാഹുലിനെ പ്രതിരോധിക്കാനായി വയനാട്ടിലേക്ക് ചുരം കയറുമോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്നാൽ കേരളത്തിൽ നിന്ന് മത്സരിക്കാനുള്ള കാരണം ഇന്ത്യ ഒന്നാണെന്ന സന്ദേശം നൽകാനാണെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരും മോദിയും RSSും ദക്ഷിണേന്ത്യയുടെ സംസ്കാരത്തെയും ഭാഷയെയും കടന്നാക്രമിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെതിരെ ഇന്ത്യ എന്നാൽ ഒന്നാണെന്ന സന്ദേശം പകരുകയാണ് എന്റെ ലക്ഷ്യമെന്നും രാഹുൽ പറഞ്ഞു. വയനാട്ടിൽ നാമനിർദ്ദേശക പത്രിക നൽകി റോഡ് ഷോ നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPMലെ എന്റെ സഹോദരീ സഹോദരന്മാർ ഇപ്പോൾ എനിക്കെതിരെ സംസാരിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാൽ ഞാനൊരു കാര്യം പറയുന്നു, എന്റെ പ്രചാരണത്തിൽ ഒരു വാക്കുപോലും ഞാൻ CPMനെതിരെ സംസാരിക്കില്ല. എന്റെ മുഖ്യശത്രു BJP മാത്രമാണ്. ഒരു സന്ദേശം നൽകുക മാത്രമാണ് ഇവിടെ മത്സരിക്കുന്നതിന്റെ ലക്ഷ്യമെന്നും രാഹുൽ വ്യക്തമാക്കി. അമേഠിയെ രാഹുൽ ഉപേക്ഷിച്ചെന്ന ആക്ഷേപത്തോട് ഞാൻ അവിടെയുമുണ്ട് ഇവിടെയുമുണ്ടെന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷന്റെ മറുപടി. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം.